നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 48 ഏവർക്കും സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണൻ നാഥനായുള്ള ഗോപന്മാർ തനിക്കു വേണ്ടിയുള്ള യാഗത്തെ മുടക്കിയതറിഞ്ഞ് ഇന്ദ്രൻ കോപിച്ചു. താൻ ഈശ്വരനാണെന്നുള്ള അഹംഭാവത്തോടുകൂടി ക്രോധമൂർച്ഛിതനായി അതിനു പകരം വീട്ടണമെന്ന് നിശ്ചയിച്ചു. തൻ്റെ സ്വാധീനത്തിലുള്ളതും ലോകത്തിലുള്ള സകല ജീവജാലങ്ങളെയും പ്രളയജലത്തിൽ മുക്കി നശിപ്പിക്കാൻ കഴിവുള്ളതുമായ സപ്തമേഘങ്ങളെ വിളിച്ച് ഇന്ദ്രൻ പറഞ്ഞു: വീടും കുടിയുമില്ലാത്ത കാട്ടിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന ഗോപന്മാരുടെ ഐശ്വര്യമതം നോക്കുവിൻ. കേവലം മനുഷ്യനായ കൃഷ്ണൻ നാഥനായി ഉണ്ടെന്നുള്ള മതത്താൽ ദേവേന്ദ്രനായ എന്നെ അപമാനിച്ചിരിക്കുന്നു. വാചാലനും ബാലനായതിനാൽ ദുർവിനീതനും അജ്ഞനും പണ്ഡിതനെന്ന് നടിക്കുന്നവനും മരണത്തിനു വിധേയനുമായ കൃഷ്ണന്റെ ആശ്രയബലം വച്ചുകൊണ്ട് അവർ എനിക്ക് അപ്രിയം ചെയ്തു. തൽക്കാലൈശ്വര്യത്താൽ മതിക്കുന്നവരും അടക്കമില്ലാത്തവരും അഹങ്കാരികളുമായ ഗോപന്മാരുടെ ഗർവം ഉടനെ നശിപ്പിക്കണം. പശുക്കളാണല്ലോ അവരുടെ ധനം, അവയെ നാമാവശേഷമാക്കണം. ഉടനെ പുറപ്പെടുവിൻ. ഞാനും ഐരാവതാരൂഢനായി കൊടുങ്കാറ്റിനെ ജനിപ്പിക്കുന്ന മരുത് ഗുണങ്ങളോടുകൂടി വരുന്നുണ്ട്. ഗോകുലം മുഴുവൻ പ്രളയജലത്തിൽ മുക്കുവിൻ. ഇപ്രകാരം ആജ്ഞാപിച്ചിട്ട് ഇന്ദ്രൻ മേഘങ്ങളെ കെട്ടഴിച്ച് വിട്ടു. മേഘങ്ങൾ അതിശക്തിയോടുകൂടി നന്ദഗോകുലത്തിൽ ഘോരവർഷം തുടങ്ങി. ഇടിമിന്നലുകളോടും കൊടുങ്കാറ്റോടും കൂടി മേഘങ്ങൾ കഠിനമായ കൽമാരി വർഷിച്ചു. ഓരോ തുള്ളിയും തുമ്പിക്കൈ വണ്ണത്തിൽ പതിച്ചു. ഇടവിടാതെയുണ്ടായ അതിവർഷത്താൽ ജലവിതാനമുയർന്ന് വ്രജഭൂമിയിലുള്ള കുന്നും കുഴിയുമെല്ലാം വെള്ളത്തിനടിയിലായി. അതിവർഷവും ശീതവായുവുമേറ്റ് ജനങ്ങളും പശുമൃഗാദികളും പരമസങ്കടത്തിലായി. തണുത്തുവിറച്ച പശുക്കൾ തലകുനിച്ച് തങ്ങളുടെ ദേഹം കൊണ്ട് വത്സങ്ങളെ മറച്ചുകൊണ്ട് ഭഗവാന്റെ പാദമൂലത്തിൽ വന്നു നിന്നു. തണുത്തുവിറച്ച് പരവശരായ വ്രജവാസികൾ തങ്ങളുടെ ഏകാവലംബമായ ഗോവിന്ദനെ ശരണം പ്രാപിച്ചു. അധികാരമത്തരായ ദുരഹങ്കാരികളുടെ അതിക്രമത്തിനു മുൻപിൽ ബലഹീനരായ സാധുക്കൾ സർവശക്തനായ ഭഗവാനോട് സങ്കടം പറയുകയല്ലാതെ എന്തു ചെയ്യും? കൃഷ്ണ കൃഷ്ണ മഹാഭാഗ, ഞങ്ങൾക്ക് വേറെ നാഥനില്ല. ഹേ ഭക്തവത്സല, ദേവകോപത്തിൽ നിന്നും ഗോകുലത്തെ രക്ഷിക്കണേ എന്നവർ മുറവിളി കൂട്ടി. അത്യന്തം അവശരായ സ്വജനങ്ങളെ ഭഗവാൻ കാരുണ്യത്തോടുകൂടി കടാക്ഷിച്ചു. ആ കൃപാകടാക്ഷ മാത്രത്താൽ അവർ ആശ്വസ്തരായി. ഇന്ദ്രൻ തൻ്റെ യാഗം മുടക്കിയതിൽ കോപിച്ച് ഗോകുലനാശത്തിനായി വർഷിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വർഷമുണ്ടാകേണ്ട കാലമല്ല. ഉണ്ടായാലും ഇത്രയധികം കൊടുങ്കാറ്റും കൽമാരി വർഷവും ഉണ്ടാകുകയില്ല. ഇതിനും പ്രതിവിധി എൻ്റെ ആത്മയോഗത്താൽ ചെയ്യുന്നുണ്ട്. ലോകപാലന്മാർക്ക് മതം പാടില്ല. ഉണ്ടായാൽ അവർ ദേവന്മാരല്ല, അസത്തുക്കളാണ്. അവരുടെ ഗർവ ശമിപ്പിക്കുക തന്നെ വേണം. മുഖ്യനായ ഇന്ദ്രന്റെ മതമടക്കിയാൽ മറ്റു ലോകപാലന്മാരും അത് കണ്ട് പാഠം പഠിക്കും. മതോന്മത്തന്മാർക്ക് മാനഭംഗം നേരിട്ടാൽ തന്മൂലം ഉപശാന്തരായി ഭവിക്കും. അതനുഗ്രഹം തന്നെയാണല്ലോ. എന്നെ ശരണം പ്രാപിച്ച സ്വജനങ്ങൾക്ക് ഞാനല്ലാതെ വേറെ രക്ഷകനില്ല. ഇവരുടെ സങ്കടം തീർക്കുന്നത് എൻ്റെ വ്രതമാണ്. ഇപ്രകാരം ആത്മഗതം ചെയ്തിട്ട് ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ ചെറിയ കുട്ടി കൂൺ പറിച്ച് കയ്യിൽ പിടിക്കുന്നത് പോലെ ഇടത്തെ തൃക്കൈ കൊണ്ട് പിടിച്ചുയർത്തി ചെറുവിരൽ കൊണ്ട് താങ്ങി നിലയായി. വ്രജവാസികളോട്, നിങ്ങൾ സകല ഗോധനങ്ങളോടും കൂടി ഈ പർവ്വതത്തിൻ്റെ അടിയിൽ വന്ന് സുഖമായിരുന്നു കൊള്ളുവിൻ. എൻ്റെ കയ്യിൽ നിന്ന് പർവ്വതം താഴെ വീണു പോകുമോ എന്നൊട്ടും ഭയപ്പെടേണ്ട. കാറ്റും മഴയും ഉപദ്രവിക്കാതെ ഞാൻ നിങ്ങളെ കാത്തുകൊള്ളാം എന്ന് അരുളി ചെയ്തു. വ്രജവാസികൾ അത് അനുസരിച്ചു. അവർക്ക് ഉണ്ണികൃഷ്ണനിൽ എത്ര അടിയുറച്ച വിശ്വാസമായിരുന്നു! 7 വയസ്സു മാത്രമായ പൊന്നുണ്ണി അതിന് ശക്തനാണോ എന്ന് ശങ്കിച്ചതേയില്ല. കൃഷ്ണൻ മലയെടുത്തു പിടിച്ചു കഴിഞ്ഞ് ആ നിലയിൽ പൊന്നോമനയെ വിട്ടുനിൽക്കാനും ആ വാത്സല്യമതികൾക്ക് സാധ്യമായില്ല.
അഥവാ പർവ്വതം വീണാലും പ്രാണപ്രിയന്റെ കൂടെ മരിക്കുന്നതിനും അവർ തയ്യാർ തന്നെ. അത്രത്തോളം തന്നിൽ പ്രേമവിശ്വാസമർപ്പിച്ചവർക്ക് ഭക്തവത്സലൻ ദാസനായി തീരുന്നതിലെന്താശ്ചര്യം. നന്ദി, നമസ്കാരം.